നീ എന്ത് ഒറ്റയ്ക്ക് ചിരിക്കുന്നേ? ഹലോ, ആദ്യ ചെവിടിൽ വെച്ച സാധനം ഒന്ന് മാറ്റ്. നീ എന്ത് ഒറ്റയ്ക്ക് ചിരിക്കുന്നേ? ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു, റോസ്റ്റിംഗ് മോനെ വളരെ രസോട്ടോ. ഓ, നീ ഇങ്ങനെ വേറെ എല്ലാവരുടെ വീഡിയോ ഒക്കെ കണ്ടിരിക്കും. എല്ലാരും വീഡിയോയും കാണണം. നമ്മള് യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോ നമുക്ക് അറിയുന്ന കാര്യം മാത്രം ഇതാക്കിയിട്ടല്ലേ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അറിയണേ. നീ നിന്റെ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? കമന്റ്സ് വായിക്കാണ്ട് ഞാൻ കമന്റ്സ് വായിക്കലും ഒക്കെ റിപ്ലൈ കൊടുക്കണം. എനിക്ക് പറ്റുന്ന മാത്രമൊക്കെ റിപ്ലൈ കൊടുക്കണ്ട. നീ ഇന്നലെ ചിരട്ട ചായയുടെ കമന്റ്സ് കണ്ടിട്ടുണ്ടോ? എന്താ ചിരട്ട ചായന്റെ കമന്റ് വന്നിട്ടുണ്ടല്ലോ, ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടാക്കി ഇന്നലെ വന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടാ? ഞാൻ ഇന്ന് രാവിലെ എല്ലാത്തിനും റിപ്ലൈ കൊടുത്താണല്ലോ. നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ചിരട്ട ചായന്റെ കമന്റ്സിന് റിപ്ലൈ എടുത്തെന്നു. അല്ലെങ്കിൽ ഞാൻ എല്ലാ കമന്റിനും റിപ്ലൈ കൊടുക്കുന്ന ഞാൻ പറയലുണ്ടോ? എന്ത് ചെയ്ത്? എന്നാലും ഈ കമന്റിന് റിപ്ലൈ കൊടുത്ത പറയേണ്ടതാണല്ലോ. ഒരാളെന്നാൽ ഇന്നലെ ചിരട്ട ചായ ഉണ്ടാക്കി, എന്നിട്ട് ചിരട്ട പൊട്ടിത്തെറിച്ച് അയാളെ കിച്ചണിൽ തീ പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോലീസിന് കേസ് കൊടുക്കുന്ന കമന്റ് വായിച്ചിട്ടുണ്ടാ? വായിച്ചു നോക്ക്. നിനക്ക് ഇങ്ങനത്തെ ചിരട്ട ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അടിയിലൊരു ഡിസ്ക്ലെയിമർ എഴുതിക്കൂടെ? ഇത് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കെയർഫുൾ ആയിരിക്കണം, കുട്ടികളെ അടുത്ത് നിർത്തരുത്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. എന്നാ നീ സേഫ് അല്ലേ? അല്ല, ഇതിപ്പോ ചിരട്ട ചായ ആരും ഞാൻ മാത്രം ഉണ്ടാക്കി, എത്ര ആൾക്കാരുണ്ടാക്കിയിട്ട്. പിന്നെ നമ്മളിവിടെ 2 പ്രാവശ്യം ഉണ്ടാക്കിയല്ലേ, എന്നിട്ടിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ? എന്തെന്നാ പൊട്ടിത്തെറിക്കുന്ന? എന്നാലും ഇപ്പൊ അയാള് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചിരട്ട ചായ ഉണ്ടാക്കി എന്നിട്ട് സ്റ്റൗവിൽ വെച്ച് കത്തുമ്പോൾ ചിരട്ട പൊട്ടിത്തെറിച്ച് കിച്ചണിൽ തീ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ചെയ്തതല്ലേ, അതിനിപ്പോ അയാൾ എന്നെ പറഞ്ഞിട്ട് അയാളെ ചിരട്ട പൊട്ടിന് ഞാൻ എന്താക്കാനാ? അടിയിലൊരു ഡിസ്ക്ലെയിമർ എഴുതിക്കോ, എന്നിട്ട് സേഫ് ആകും. ഇങ്ങനെ ഇത്ര എന്താ കുട്ടികളൊന്നും അടുത്ത് വെക്കാൻ പാടില്ല എന്നൊക്കെ എഴുതുക, അപ്പൊ നീ സേഫായി. ഇപ്പോ എന്തെന്നാ ആവശ്യമായിട്ട് മറ്റേ ടെൻഷൻ അടുപ്പിക്കരുത് കേട്ടോ. ശരിക്കും ടെൻഷൻ അടിക്കുന്ന എന്താ? ഇതിപ്പോ അയാൾ കംപ്ലൈന്റ് ചെയ്തു. അതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമ്മളൊരു കാര്യം അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മൾ ഇങ്ങനെ പറയണം എന്നൊക്കെ പറയുന്നത് വെറുതെ ഒന്നല്ല, ഉള്ളത് തന്നെയാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പേടിച്ചില്ലേ? ശരിക്കും പേടിച്ചില്ലേ? ഒറ്റ ശരിക്കും പേടിച്ചു. തമാശ പറയരുത് കേട്ടോ. എന്താ പേടിക്കട്ടെ, കമന്റ്സ് അതൊന്നുമല്ല. കമന്റ്സ് എന്ന് പറഞ്ഞാല് ഈ നോമ്പുതറിയായിട്ട് എന്താ വൈകുന്നേരമുള്ള പലഹാരങ്ങളൊന്നും ഇല്ലേ നിങ്ങളെ ചാനലിന് ചോദിച്ചിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടല്ലോ അതിന്. എന്തെന്ന്? ഞാൻ എന്താ പറയുക, കുറേ ഇല്ലേ, നമ്മൾ ചെയ്തു വെച്ച കുറേ ഇല്ലേ, സമയം വേണ്ടേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനുണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ചിക്കൻ ഉണ്ടല്ലോ, നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ, എന്തെങ്കിലും വെക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടാക്കിട്ടോ. നോമ്പുതറ ഇത് കഴിയാറായി, ഒരാഴ്ച കൂടിയേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾക്ക് കുറച്ച് ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നോമ്പായിട്ട് പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നോമ്പുതുറ സ്പെഷ്യലായിട്ടൊരു സ്നാക്കാണ്, ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു വടയാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് കിച്ചണിലോട്ട് പോവാം, എങ്ങനെയാണ് വട ഉണ്ടാക്കുന്നത്, ചിക്കൻ വട ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ആ മനുഷ്യൻ പറഞ്ഞൊന്നും കേൾക്കണ്ട കേട്ടോ, അത് ചുമ്മാ പറഞ്ഞത്, അങ്ങനെയൊന്നുമില്ല. ചിരട്ട ചായ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണണം, ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആട്ടോ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, ഞാനിപ്പോൾ ഒരു 7 പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര ആവശ്യത്തിനുള്ള അതനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്താൽ മതി. കാരണം ബാക്കി നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. വേവിച്ചെടുക്കുമ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, വെള്ളം അതൊന്നൊക്കെ വന്നോളൂ. അപ്പോൾ ഞാനിത് വേവിക്കുകയാണ്. അപ്പം ഞാൻ ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് പണികളൊക്കെ ചെയ്ത് തിരിച്ച് വന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി എടുത്തിരിക്കുന്ന ഒരു സവാളയാണ് കേട്ടോ, ഒരു മീഡിയം സൈസുള്ള ഒരു സവാള. അപ്പം ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണ്.
പിന്നെ ഇതാ ഇത്ര വലുപ്പം വരുന്ന ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എടുക്കണ്ട കേട്ടോ, ഒരു ചവർച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് സവാള, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കറിവേപ്പിലൊക്കെ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഉണക്കി ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്, ആവശ്യം പോലെ എടുത്തു കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അടുത്ത പരിപാടി എന്താ, നമ്മൾ ആദ്യം തന്നെ ചിക്കന് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ ഒന്നും ഡയറക്റ്റായിട്ട് ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ പിച്ചിയിടണം. പിച്ചിയിടുക എന്ന് തന്നെ എല്ലാവരും പറയാന്നറിയില്ല. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൈവച്ച് ചെയ്താൽ മതിയേ. അങ്ങനെ ചിക്കനും റെഡിയായി. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സവാളയും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇടാം. ഇതിലോട്ട് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. അപ്പം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പാകം നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഉപ്പ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കടലമാവാണ് ഇടാൻ പോകുന്നത്. ഇപ്പം കടലമാവ് ഞാനൊരു അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എത്രയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടുകയാണ്. അപ്പം മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ പച്ചമുളക് ഇടാം കേട്ടോ. പക്ഷെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല അതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ വലിയ ആൾക്കാർ മാത്രമാണെങ്കിൽ പച്ചമുളകും വേണമെങ്കിൽ ഇടാം. പിന്നെ ഇടുന്നത് എന്താണെന്നറിയോ, ജീരകമാണ്. ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർക്കുകയാണ്. ചേർത്തതിന് ശേഷം ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവാം. ഇതിൻ്റെ പാകം എങ്ങനെയാണെന്നറിയോ, നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ബോളാക്കാൻ പറ്റണം. ബോളാക്കിയതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ബോളാക്കി നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുമല്ലോ, പരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് പരത്താൻ വേണ്ടി നോക്കുകയാണ് ചെയ്യുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുക കേട്ടോ. കുഴച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കടലപ്പൊടി വേണം തോന്നി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർക്കുന്നുണ്ട്. നനവ് വേണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത സ്റ്റോക്ക് ഉണ്ടല്ലോ അതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ റെഡി ആയോ നോക്കിയതായിരുന്നു. അപ്പോൾ ഉരുട്ടി ഒന്ന് പരത്തി നോക്കിയപ്പോൾ കണ്ട ഇങ്ങനെ കട്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് അങ്ങനെ പാകം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒന്ന് പരത്തി നോക്കുമ്പോൾ റെഡി ആണോ എന്നുള്ള നോക്കുക തന്നെ കേട്ടോ വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് പൊടിയും വെള്ളവും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ ഇത്ര അളവ് അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് എടുത്ത് വെച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ചൊന്നും ഇട്ട് കൊടുക്കരുത്. ഈ ഷേപ്പിലാണ് ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പാകം. അപ്പോൾ എത്ര നമ്മൾ 6 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ കടലമാവ് എടുത്തിട്ടുള്ള. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ചേർത്തു. വെള്ളം എന്ന് പറഞ്ഞാൽ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളം തന്നെയാണ്. അപ്പം അത് നിങ്ങൾ നോക്കി എടുത്താൽ മതി. ഒരുമിച്ച് ഒരിക്കലും കടലമാവ് ഇടരുത് കേട്ടോ. ഞാനിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ് എല്ലാം. അപ്പം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഡീപ് ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായി വന്നിട്ട് നമ്മൾ ഇനി ഓരോ വടയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പം ഇതാ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഒരു വശം ആവേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 വടയും കൂടി ഉണ്ടായിരുന്നു. അതിതാ അതിന് സ്ഥലമുണ്ട്. അതിന് ഇട്ട് കൊടുക്കാം. വെറുതെ ഇങ്ങനെ പിന്നെ വേറെ ചായക്കുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാമല്ലോ. അപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊക്കെ എടുക്കാൻ പോവാണ്.